സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇത്തവണയും വിവാദങ്ങൾക്ക് കുറവില്ല. സ്വതന്ത്ര സിനിമകളെ പൂർണ്ണമായും അവഗണിച്ചുവെന്നതാണ് മുഖ്യ വിമർശനം. വർഷം മുഴുവനും പ്രേക്ഷകപ്രീതി നേടിയ ഇൻഡിപെൻഡന്റ് പ്രൊജക്ടുകളൊന്നും പട്ടികയിൽ ഇടം പിടിക്കാത്തത് ചോദ്യങ്ങൾ ഉയർത്തുന്നു. അതേസമയം മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിന് അനാവശ്യ അനുകൂലത നൽകിയെന്ന ആരോപണവും ശക്തമാണ്. പ്രധാന വിഭാഗങ്ങളിലേറെയും ഈ സിനിമയ്ക്കാണ് ലഭിച്ചത്. ചിത്രത്തിന് വാരിക്കോരി നൽകി എന്നതാണ് പരാമർശിക്കുന്നത്. മികച്ച ബാലതാരങ്ങളുടെ വിഭാഗത്തിൽ ഈ വർഷം അവാർഡ് ലഭിച്ചിട്ടില്ല. അർഹമായ എൻട്രികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ വിശദീകരണം. പക്ഷേ ആ നിലപാടിനെതിരെയും കടുത്ത വിമർശനമാണ് ഉയരുന്നത്. കുട്ടികളുടെ വിഭാഗത്തിൽ മത്സരിച്ച 6 ചിത്രങ്ങളിൽ അന്തിമ റൗണ്ടിലെത്തിയത് 2 മാത്രം, സ്കൂൾ ചലേഹമും ഇരുനിറവും. എന്നാൽ കുട്ടികളുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ള ചിത്രങ്ങളല്ലെന്ന വിലയിരുത്തലിലൂടെയാണ് അവാർഡ് ഒഴിവാക്കപ്പെട്ടത്. റാപ്പർ വേടന് മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് ലഭിച്ചതും ചർച്ചയാകുന്നു. അതോടൊപ്പം ലൈംഗികാരോപണ കേസിൽ ഉൾപ്പെട്ട ഒരാളെ ജൂറിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളുമുണ്ട്. അവാർഡ് നിർണയത്തിന്റെ നിഷ്പക്ഷതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുകയാണ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾക്ക് ചുറ്റുമുള്ള പ്രതീക്ഷകളും നിരാശകളും വർഷങ്ങളായി മാറാത്തതാണ്. കലാപ്രതിഭകളെ അംഗീകരിക്കാനുള്ള വേദിയായി കാണേണ്ട അവാർഡുകൾ പലപ്പോഴും വ്യക്തിപരമായ അനുകൂലതകളുടെയും രാഷ്ട്രീയ സ്വാധീനത്തിന്റെയും പേരിൽ വിവാദത്തിലാകുന്നത് ഈ വർഷവും ആവർത്തിച്ചെന്നതാണ് യാഥാർത്ഥ്യം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.